എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി 8-ാം അധ്യായത്തിൻ്റെ 21-22 വചനങ്ങൾ നമുക്കിന്ന് ധ്യാനിക്കാം. യഹോവ സൗരഭ്യ വാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും മഴയും രാവും പകലും നിന്നു പോകുകയുമില്ല. പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ദൈവത്തിന് യാഗം കഴിക്കുന്നത്, യാഗപീഠം പണിത് യാഗമർപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആ യാഗം ദൈവം സൗരഭ്യവാസനയായി മണത്തു എന്നാണ്. അപ്പോൾ അവിടെ ഒത്തിരി ചോദ്യങ്ങൾ ഒരുപക്ഷെ സ്കെപ്റ്റിക്കലായിട്ടുള്ള ആളുകൾ, നിരീശ്വരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കും, ദൈവത്തിന് മനുഷ്യർക്കുള്ളതുപോലെ മൂക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇനി വേറെ ചില ആളുകൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, ദൈവത്തിന് ഈ ഇറച്ചി ചൂടുന്നതിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യരായ നമുക്കങ്ങനെയാണല്ലോ, നമുക്കിഷ്ടമുള്ള ചില ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത് അതിൻ്റെ മണമടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇഷ്ടമൊക്കെ തോന്നും, സന്തോഷമൊക്കെ തോന്നും. അതുപോലെയാണോ ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ദൈവം മനുഷ്യനെ പോലെയുള്ള ഒരു വ്യക്തിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അനവധി വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൈകളെക്കുറിച്ച്, ദൈവം കാണുന്നതിനെക്കുറിച്ച്, ചെവി ചായ്ച്ച് കേൾക്കുന്നതിനെക്കുറിച്ച്, ഈ വാക്കുകളൊക്കെ, ഈ ആശയങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാഷയിലേക്ക്, മനുഷ്യന് മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് അദൃശ്യനായ ദൈവത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആശയങ്ങളാണ്, അല്ലെങ്കിൽ ആ പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ടെക്നിക്കലി ഇത്തരത്തിലുള്ള വേദഭാഗങ്ങളെ ആന്ത്രപ്പോമോർഫിക് എക്സ്പ്രഷൻസ് എന്നാണ് പറയുന്നത്. മനുഷ്യനല്ലാത്തവയെ മനുഷ്യത്വം ആരോപിച്ച് വിവരിക്കുന്ന വിവരണങ്ങൾ. ദൈവം ഒരിക്കലും മനുഷ്യനല്ല, മനുഷ്യനുള്ളതുപോലെ ഒരു ശരീരം ദൈവത്തിനില്ല. എന്നാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ വിശദീകരിക്കാനായിട്ട് മനുഷ്യൻ്റെ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകതകൾ ദൈവത്തിൽ ആരോപിച്ച് വിവരിക്കുന്ന വിവരണങ്ങളാണ്. അതിന് മനുഷ്യത്വ ആരോപണം എന്ന് പറയാം, ആന്ത്രപ്പോമോർഫിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ഭാഷയിൽ ഇത് ഉപയോഗിക്കാറുള്ള ഒരു സങ്കേതമാണ്, ഒരു പ്രയോഗമാണ്. മൃഗങ്ങളെയും അല്ലെങ്കിൽ മരങ്ങളെയും പുഴകളെയും ഒക്കെ മനുഷ്യനോട് ഉപമിക്കാറുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രത്യേകതകൾ നൽകി വിവരിക്കാറുണ്ട്. നമ്മൾ മുന്നമേ എപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള ഒരു പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ദൈവം സൗരഭ്യവാസനയായി മണത്തു എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നോഹ കഴിച്ച യാഗം ദൈവത്തിന് സ്വീകാര്യമായി, ദൈവത്തിന് പ്രസാദകരമായി, ദൈവത്തിന് ഇഷ്ടമായി എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീക സത്യമുണ്ട്. ഒരു വ്യക്തി അർപ്പിക്കുന്ന യാഗം, അവനർപ്പിക്കുന്ന ആരാധന ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ ഈ യാഗം അർപ്പിക്കുന്ന വ്യക്തി ദൈവത്തിന് പ്രസാദമുള്ള ആളായിരിക്കണം. വിശ്വാസത്താലും അനുസരണത്താലും ദൈവത്തെ പ്രസാദിപ്പിച്ച നോഹയാണ് യാഗം കഴിച്ചത്. അതുകൊണ്ട് നോഹയുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദമിൻ്റെ 2 ആൺമക്കളുടെ ചരിത്രം അവിടെ പറയുമ്പോൾ കയീനെക്കുറിച്ചും ഹാബേലിനെക്കുറിച്ചും പറയുകയാണ്. കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ കയീൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. എബ്രായർ 11-ാം അധ്യായത്തിൽ ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, വിശ്വാസത്താൽ ഹാബേൽ കയീൻ്റേതിനേക്കാൾ മെച്ചമായ യാഗം അർപ്പിച്ചു എന്നാണ്. ഹാബേൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഹാബേലിനെ ദൈവത്തിന് സ്വീകാര്യനാക്കി തീർത്തത്. ദൈവത്തിന് സ്വീകാര്യനായ ഹാബേൽ അർപ്പിച്ച യാഗം ദൈവത്തിന് സ്വീകാര്യമായി. എന്നാൽ കയീൻ എന്ന വ്യക്തി അഭക്തനായിരുന്നു, അവൻ ദൈവമില്ലാത്തവനായിരുന്നു, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എത്ര ശ്രേഷ്ഠ വസ്തുക്കൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചാലും, എത്ര പണം അതിനുവേണ്ടി മുടക്കിയാലും അവൻ്റെ യാഗം, അവൻ്റെ വഴിപാട്, അവൻ്റെ ആരാധന ദൈവത്തിന് സ്വീകരിക്കുവാനായിട്ട് താല്പര്യമുണ്ടാവുകയില്ല. ഇവിടെ നോഹ ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ നോഹയുടെ യാഗവും ദൈവത്തിന് പ്രസാദകരമായി തീർന്നു.
ഈ ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നത് ഒരു പൊതുപ്രമാണമാണ്. നോഹയുടെ യാഗം സ്വീകരിച്ച ദൈവം തുടർന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ അരുളി ചെയ്യുകയാണ്. ദൈവം ഒന്നാമത് പറയുന്നത്, മനുഷ്യൻ്റെ മനുഷ്യനിലുള്ളപ്പോൾ തന്നെ, മനുഷ്യൻ ബാല്യം മുതൽ പാപിയായിരിക്കുമ്പോൾ തന്നെ, ഇനി ഒരിക്കലും ഈ നോഹയുടെ കാലത്തുണ്ടായ പ്രളയം പോലെയുള്ള ഒരു പ്രളയം, ലോകത്തിലെ സകല മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു ന്യായവിധി ദൈവം ലോകത്തിൽ ചെയ്യുകയില്ല എന്ന് ദൈവം പറയുകയാണ്. മനുഷ്യൻ്റെ നിരൂപണങ്ങൾ, മനുഷ്യൻ്റെ ചിന്തകൾ ജനനം മുതൽ, അല്ലെങ്കിൽ അവൻ ബാലനായിരിക്കുമ്പോൾ മുതൽ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതാണ് എന്ന ദൈവത്തിൻ്റെ പ്രസ്താവന നമുക്ക് മാറ്റിവെക്കാനായിട്ട് കഴിയുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ പാപിയായിട്ട് ജനിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണിത്. പാപം ചെയ്യാനായിട്ട് മനുഷ്യനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പാപം അവൻ്റെ പ്രകൃതത്തിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്ന ഒന്നാണ്. വീഴ്ചയോടുകൂടെ മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു പ്രമാണമാണ് ഈ പാപം എന്ന് പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ പാപമുള്ളവനാണ്. എന്നാൽ സർവ്വലോകത്തെ നശിപ്പിക്കുന്ന ഒരു ന്യായവിധിയിലേക്ക് ദൈവം ഇനി പോവുകയില്ല എന്ന് ദൈവം പറയുകയാണ്, പ്രളയം പോലെ. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും ദൈവം പറയുകയാണ്. മാറിയ ഭൂമിയുടെ സാഹചര്യത്തിൽ, അഥവാ പ്രളയത്തിന് മുമ്പ് ഭൂമിയെ മുഴുവൻ ആവരണം ചെയ്തിരുന്നൊരു വെള്ളത്തിൻ്റെ കാനോപ്പി ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എല്ലായിടത്തും വളരെ സുഖകരമായ കാലാവസ്ഥയാണ്, ഒരേ രീതിയിലുള്ള കാലാവസ്ഥയായിരുന്നു. മഴ ഉണ്ടായിരുന്നില്ല, മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ പ്രളയത്തോടു കൂടി ഈ സംവിധാനത്തിന്, ഈ ക്രമീകരണത്തിന് മുഴുവനും ഒരു മാറ്റം വരികയാണ്. ആ മാറ്റത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, അവിടെ വേനലുണ്ട്, മഴയുണ്ട്. അതിനു മുമ്പ് ഇല്ലാതിരുന്ന കാലാവസ്ഥയുടെ വേർതിരിവുകളാണിത്. മഴയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ മഴയും വേനലും എന്ന് തിരിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, ശീതവും ഉഷ്ണവും ഉണ്ടാകും. തണുപ്പുള്ള സമയമുണ്ട്, ചൂടുള്ള സമയമുണ്ട്. ഇതിനോടൊക്കെ ചേർന്ന് ദൈവം പറയാണ്, വിതയും കൊയ്ത്തും നിന്നു പോവുകയില്ല. ഏത് കാലത്തും മനുഷ്യന് കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. രാവും പകലും ഇല്ലാതെയാവുകയില്ല. അപ്പം ഇങ്ങനെ 4 ജോഡികളെക്കുറിച്ച് ദൈവം അവിടെ പറയുകയാണ്. വിതയും കൊയ്ത്തും, അതുപോലെ തന്നെ മഴയും വേനലും, ശീതവും ഉഷ്ണവും, രാവും പകലും. ഈ 4 ജോഡി ക്രമീകരണങ്ങൾ ഈ ഭൂമിയുള്ള കാലം മുഴുവനും ഉണ്ടാകും എന്ന് ദൈവം ഭൂമിയെ അനുഗ്രഹിക്കുകയാണ്, മനുഷ്യനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആവാസത്തിനാവശ്യമായിട്ടുള്ള കാലാവസ്ഥയുടെ ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുന്നു. പ്രളയത്തിന് ശേഷം വന്ന മറ്റൊരു മാറ്റം, ഒരുപക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ്, മനുഷ്യൻ്റെ ആയുസ് ചുരുങ്ങുകയും ചെയ്തു എന്നതാണ്. 900 വർഷം ഒക്കെ ഉണ്ടായിരുന്ന ആയുസ് നമുക്കറിയാം. പ്രളയത്തിന് മുമ്പ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. 900, 800 ഒക്കെ വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ പ്രളയത്തിന് ശേഷം ആ ഒരു രീതിയൊക്കെ മാറി ഏതാണ്ട് 120, 130, ഇനി പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും കുറയുന്നുണ്ട് നമുക്കറിയാം. അങ്ങനെ ആയുസ് കുറയുന്ന ഒരു കാഴ്ചയും പ്രളയത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ആ അനുഗ്രഹം, നോഹയുടെ മക്കൾക്കുമൊക്കെ നൽകിയ അനുഗ്രഹം സർവ്വ ലോകത്തിനും ദൈവം നൽകിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രളയത്തിന് ശേഷമുള്ള പുതിയ വ്യവസ്ഥിതിയെ, പുതിയ ക്രമീകരണത്തെ ചുരുക്കം വാക്കുകളിൽ ദൈവം അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ പഠനവും നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.